വേണ്ടത്ര ഹൈപ്പ് കിട്ടാത്ത ടോപ്പ് 5 അണ്ടർറേറ്റഡ് മലയാളം മൂവീസ് പാർട്ട് 3. ഫിഫ്ത്ത് വൺ. ഒരു ആക്സിഡന്റ് ചുറ്റിപ്പറ്റിയാണ് ഈ കഥ നടക്കുന്നത്. ഒരു ആക്സിഡന്റ് സംഭവിക്കുന്നു, അത് എങ്ങനെ സംഭവിക്കുന്നു, എന്തുകൊണ്ടാണ് സംഭവിച്ചതെന്നൊക്കെ അന്വേഷിച്ച് പോകുന്നു, ആ ട്രൂത്ത് റിവീൽ ആവുന്നതൊക്കെയാണ് ഈ സിനിമ. ഈ സിനിമ ഡയറക്റ്റ് ചെയ്തത് മനു അശോകനാണ്. ഉയരെ എന്ന് പറഞ്ഞ സിനിമയുടെ ഡയറക്ടർ. ഈ സിനിമയുടെ പേരാണ് കാണേ കാണേ. ഫോർത്ത് വൺ. ഒരു ഫാമിലി അന്തരീക്ഷം, ഒരു ഭയങ്കര സിമ്പിൾ ഒരു പടം, പക്ഷേ അൺയൂഷ്വലായിട്ട് കുറച്ച് കാര്യങ്ങൾ സംഭവിക്കണം. അതിനെ ചുറ്റിപ്പറ്റി ഈ സിനിമയുടെ ഒരു ജോണർ തന്നെ ഷിഫ്റ്റ് ചെയ്യുന്ന മാറ്റിയാണ്. ആക്ഷൻ ത്രില്ലർ കാറ്റഗറി സ്വഭാവത്തിലേക്ക് ഈ സിനിമ മാറുകയാണ്. അത്യാവശ്യം നല്ലൊരു ഇൻട്രസ്റ്റിംഗ് സിനിമയാണ്. സിനിമയുടെ പേരാണ് ഓ ബേബി. ഈ സിനിമ ഡയറക്റ്റ് ചെയ്ത് രഞ്ജൻ പ്രമോ എന്ന് പറഞ്ഞ ഡയറക്ടറാണ്. ഫോട്ടോഗ്രാഫർ അതുപോലെ തന്നെ രക്ഷാധികാരി ബൈജു എന്ന് പറഞ്ഞ സിനിമയുടെ ഡയറക്ടർ. തേർഡ് വൺ. ഫ്രണ്ട്ഷിപ്പ്, ലോൺലിനെസ്, ഐഡന്റിറ്റി ഒക്കെ വെച്ചിട്ടാണ് ഈ ഒരു കഥയുടെ ഒരു പോക്ക് നടക്കുന്നത്. ബേസിക്കലി കുറെ ഫ്രണ്ട്സ്, അവരുടെ ഫ്രണ്ട്ഷിപ്പ് ഒക്കെയാണ് ഈ സിനിമയിൽ നടക്കുന്നത്. ബട്ട് ഒരു ഫ്രണ്ട് ഭയങ്കര മിസ്റ്റീരിയസ് ആണ്. കൂട്ടുകാർ ആ ഫ്രണ്ടിന്റെ മിസ്റ്ററിയും കാര്യങ്ങളും അല്ലെ ഫ്രണ്ടിനെ ചുറ്റിപ്പറ്റി കുറെ കാര്യങ്ങൾ തപ്പിറങ്ങുന്നൊക്കെയാണ് ഈ സിനിമ. മിസ്റ്ററി മൂഡ് ഈ സിനിമയ്ക്കുണ്ട്, അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. സിനിമയുടെ പേരാണ് ഡിയർ ഫ്രണ്ട്. ഈ സിനിമ ഡയറക്റ്റ് ചെയ്ത ഒരു ഡയറക്ടറാണ്. ഡയറക്ടറുടെ പേരാണ് വിനീത് കുമാർ. സെക്കൻഡ് വൺ. ഒരു സ്ലോ ബട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ലവ് സ്റ്റോറിയാണ് ഈ സിനിമ. ഒരു ഫീമെയിൽ ലീഡുണ്ട്. ആ ഫീമെയിൽ ലീഡിൻ്റെ റിയലൈസേഷനും ഒരു ടോക്സിക് റിലേഷൻഷിപ്പിൽ നിന്ന് അവർ എസ്കേപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നതും അവരുടെ ഒരു സെൽഫ് ലവും ഒക്കെയാണ് ഈ സിനിമ ശരിക്കും സംസാരിക്കുന്നത്. അത്യാവശ്യം നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. സിനിമയുടെ പേരാണ് രാമൻ്റെ ഏതുംതോട്ടം. ഈ സിനിമ ഡയറക്റ്റ് ചെയ്ത് രഞ്ജിത്ത് ശങ്കർ എന്ന് പറഞ്ഞ ഡയറക്ടറാണ്. ഒരുപാട് നല്ല സിനിമകൾ, പാസഞ്ചർ, അതുപോലെ പ്രേതം, പുണ്യാളകം, സുദീവാത്മികം, ഞാൻ മേരിക്കുട്ടി, ഇങ്ങനെ കുറേ നല്ല സിനിമകൾ ചെയ്ത ഡയറക്ടറാണ്. ഫസ്റ്റ് വൺ. ഭയങ്കര ബോൾഡ് ആയിട്ടുള്ള ഭയങ്കര ഷാർപ്പായിട്ടുള്ള ഫിലിം മേക്കിംഗ് ഉള്ള ഒരു സിനിമയാണ്. ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് ഈ സിനിമ സംസാരിക്കുന്നത്. അത്യാവശ്യം നല്ല എൻഗേജ്, ഒരു ക്രൈം ത്രില്ലർ മൂഡിലാണ് ഈ സിനിമ പോകുന്നത്. അവരുടെ ഫ്രണ്ട്സ് ഒരു വീട്ടിൽ താമസിക്കുന്നു, അതിനെ ചുറ്റിപ്പറ്റി കുറച്ച് കാര്യങ്ങൾ നടക്കുന്നതാണ് ഈ സിനിമ. നല്ല ഗ്രിപ്പിംഗ് ആയിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ നല്ല എൻഗേജിങ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. സിനിമയുടെ പേരാണ് അറ്റൻഷൻ പ്ലീസ്. ഈ സിനിമ ഡയറക്റ്റ് ചെയ്ത് ജിതിൻ ഐസക് തോമസ് എന്ന് പറഞ്ഞ ഡയറക്ടറാണ്. രേഖ എന്ന് പറഞ്ഞ ചിത്രം, അതുപോലെ തന്നെ ഫ്രീഡം ഫൈറ്റിനകത്ത് ഉണ്ണിലാലു എന്ന് പറഞ്ഞ ആക്ടർ അഭിനയിച്ച ഒരു പോർഷൻ ഉണ്ട്, അതും ഈ ഒരു ഡയറക്ടറാണ് ഡയറക്റ്റ് ചെയ്ത്. ഈ സിനിമകളൊക്കെ ഒരു മെയിൻ സ്ട്രീം ഹിറ്റ് അല്ലെങ്കിൽ കൂടിയും വർത്ത് വാച്ചിങ് ആയിട്ടുള്ള കിടിലൻ സിനിമകളാണ്. സോ ഗിവ് ഇറ്റ് എ ട്രൈ.